ശ്യാമ, ഒരു പിതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, അത് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറയുന്നത്, എൻ്റെ മകനെയും ലഹരി മരുന്നുമായി പിടിച്ചു. സ്വന്തം മകനായാലും തെറ്റല്ലാതാകുന്നില്ല. പിന്നെ കേരളത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത്, കേരളത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വന്തം കുടുംബത്തിലും ഇന്ന് അത്തരമൊരു അനുഭവമുണ്ടായി, നാളെ ആർക്കും ഉണ്ടാകാവുന്ന ഒന്ന്. അപ്പോൾ എൻ്റെ മൂത്ത മകനെയും ലഹരി മരുന്ന് കേസിൽ പൂവാർ പോലീസ് പിടികൂടിയ സംഭവമാണത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നാൾ പൊതുരംഗത്തുള്ള അനുഭവ സമ്പത്തുള്ള എനിക്ക് പോലും അവൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് പറയുന്നത്. പൊതുസമൂഹത്തിൽ വന്ന് പറയുകയാണ്, അവൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതെൻ്റെ തെറ്റാണ്. അതുകൊണ്ട് മറ്റുള്ളവരും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. കേരളം ഇങ്ങനെ ലഹരിയുടെ പിടിയിലാണ്. അദ്ദേഹത്തിൻ്റെ മകനെ അറസ്റ്റ് ചെയ്തു, പോലീസ് പിടികൂടി, മകനെയും സുഹൃത്തുക്കളെയും പിടികൂടി. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ദിവസം വിളിച്ച് ഏത്തമിടിക്കാനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുന്ന സംവിധാനത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകാനോ അദ്ദേഹം എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾ ഒരു പാവ ഉണ്ണിയാണ് എന്ന് പറയാനോ ഒന്നും പോയില്ല. അദ്ദേഹം ആ സംഭവിച്ചത് തെറ്റാണ് എന്ന് തന്നെ, എൻ്റെ മകനായാലും അത് തെറ്റാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലോടൊക്കെ നമുക്ക് പല സമയത്തും വിയോജിപ്പുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ 100% അഭിനന്ദിക്കാതെ വയ്യ. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമൊക്കെ ആയ മനുഷ്യനാണ്. അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം അദ്ദേഹം ഇത് തുറന്ന് പറയുന്നു. മറ്റു ചിലരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വലിയ വിഷയമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം തുറന്നു പറച്ചിലുമായിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കേണ്ടതല്ലേ? തീർച്ചയായും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കാം. VSDPയുടെ നേതാവായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അദ്ദേഹം പ്രവൃത്തിയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ചെയ്തത്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നെയ്യാറ്റിങ്കര തിരുപുറത്താണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ രാത്രിയിലൊരു കാറ് ഈ റോഡരികിൽ ഒതുക്കിയിട്ടിരുന്നു. അസ്വാഭാവികമായ രീതിയിലാണ് ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പെട്രോളിങ്ങിന് ഇറങ്ങിയ പോലീസിന് ഈ കാറ് ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഈ കാറിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. അതായത് കാർ മുന്നോട്ടെടുക്കാത്ത രീതിയിൽ പോലീസ് ജീപ്പ് പെട്രോളിങ്ങിൻ്റെ വാഹനം കൊണ്ടുവന്ന് നിർത്തി. പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് തായ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ വാഹനം നോക്കിയപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ 2 പേര്, ഒന്ന് പെരുമ്പഴൂർ സ്വദേശി ശിവജി, അതായത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മൂത്ത മകൻ. 2 തൃശ്ശൂർ സ്വദേശി ഷവാസ്, ഈ ശിവജിയുടെ സുഹൃത്താണ് ഷവാസ്. പിറകിൽ ഒരു യുവതി, കഴക്കൂട്ട സ്വദേശിനിയായിട്ടുള്ള സൗമ്യ. 3 പേരാണ് ഈ വാഹനത്തിലുള്ളത്. ഈ 3 പേരുടെയും പെരുമാറ്റത്തിൽ പോലീസിന് സംശയം തോന്നിയപ്പോൾ 3 പേരും പുറത്തിറങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടു. കൂടാതെ പൂവാർ സ്റ്റേഷനിൽ നിന്ന് വനിതാ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും പെട്രോളിംഗ് സംഘം ചെയ്തു. അങ്ങനെ വനിതാ ഉദ്യോഗസ്ഥരും പൂവാർ പോലീസും സ്ഥലത്തേക്ക് വന്ന് പോലീസ് ഇത് അരിച്ചു പറക്കി. ഈ വാഹനം അരിച്ചു പറക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നാലെ ഇവരുടെ ദേഹപരിശോധനയിൽ ഷവാസിൻ്റെ ശരീരത്തിൽ നിന്നും ചെറിയ അളവിൽ MDMA കണ്ടെത്തി. വലിയ അളവിലല്ല, ചെറിയ അളവിൽ കണ്ടെത്തി. അപ്പോൾ ഇവരെ തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം മെഡിക്കൽ എടുത്ത് അവരുടെ ബ്ലഡ് സാമ്പിളിൽ ഇതിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതായത് ഇവർ 3 പേരും ഇത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം വളരെ കുറഞ്ഞ അളവിലായതുകൊണ്ട് ഏതാനും തരികൾ മാത്രമായതുകൊണ്ട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു. ഇവരുടെ കയ്യിൽ നിന്നും ഗ്ലാസ് ട്യൂബുകളും പിടിക്കപ്പെട്ടു. 3 ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരുന്നു. അതായത് ഇത് വലിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച 3 ഗ്ലാസ് ട്യൂബുകൾ. ഇത്രയും സാധനവും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. അപ്പോൾ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതൊരു വലിയ വാർത്തയായിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ ശിവജിയെ ഇതുപോലെ MDMAയുമായി പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം. സാധാരണ ചില മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യം, അതായത് രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനത്തേക്കുന്ന ചില മാതാപിതാക്കൾ അല്ലെങ്കിൽ ചില ജനപ്രതിനിധികൾ ചെയ്യുന്ന ഒരു കാര്യം, സ്വന്തം മക്കളെ കഞ്ചാവുമായിട്ടോ MDMAയുമായിട്ടോ പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത പരിപാടി ഏതെങ്കിലും ആ കേസെടുത്ത ഉദ്യോഗസ്ഥനെ എങ്ങനെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ അവരുടെ മകനെ കഞ്ചാവുമായിട്ട് പിടിച്ചു. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു MLA ആണ്, കഞ്ചാവുമായിട്ട് പിടിച്ചു. അപ്പോൾ ഈ മകനെ കഞ്ചാവുമായിട്ട് പിടിച്ചപ്പോൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളും ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അതൊരു വലിയ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ അതിനെ ആഘോഷിക്കേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതൊരു കുട്ടിയാണ്, അബദ്ധം പറ്റാം എന്ന രീതിയിൽ. പക്ഷേ ആ തെറ്റ് ആ മാതാവും കൂടി മനസ്സിലാക്കിയിരിക്കണം. മകന് സംഭവിച്ച തെറ്റെന്താണെന്ന് മാതാവിന് മനസ്സിലാക്കുകയും
അതനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും വേണം. അല്ലാതെ അതിൻ്റെ പുറകെ കൊണ്ടുപോയി പരാതി കൊടുത്ത് ഇവിടുന്ന് ആലപ്പുഴ ജില്ലയിൽ കിടന്ന എക്സൈസിൻ്റെ ഓഫീസ് സംഘം അവരവിടെ നിന്ന് അവരുടെ ഡ്യൂട്ടി മുടക്കിക്കൊണ്ട് അവരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് ആ ജനപ്രതിനിധിയായിട്ടുള്ള MLA ചെയ്തു വെച്ചത്. ഇവിടേക്ക് കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു എക്സൈസ് സംഘം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ആരും ജോലി ചെയ്യാൻ വേണ്ടേ? അവിടുന്ന് ജോലി ചെയ്യാനുള്ള ആളുടെ ഡ്യൂട്ടി മുടക്കിയിട്ടല്ലേ ഇവിടേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യിക്കുന്നത്. സ്വന്തം മകനോട് ഇക്കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതല്ലാതെ അതിലുപരിയായി ഈ പരിപാടികൾ കാട്ടാൻ പാടില്ല. അവിടെയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാതൃകയാവുന്നത്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ മകനുമായി അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ 2 മണിക്കൂറോളം സംസാരിച്ചു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ശിവജിയുടെ ഇൻ്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. അയാൾ ഇത് സമ്മതിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കുറ്റകൃത്യം അയാൾ അഡ്മിറ്റ് ചെയ്തു. ഞാൻ ഇത് ഉപയോഗിക്കുമായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ ചെറിയ അളവിൽ ഉപയോഗിച്ച് പിന്നീട് ഈ ബുദ്ധിമുട്ട് ഇത് ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി എന്ന് അയാളുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതേ ഇൻ്റർവ്യൂവിൽ തന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, മകൻ മണിക്കൂറുകളോളം ബാത്റൂമിൽ അടച്ചിരുന്നപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. മകൻ്റെ രൂപത്തിലുണ്ടാകുന്ന മാറ്റം, മകൻ്റെ ഈ പറയുന്ന പോലെ വേഷപ്പകർച്ച എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സാധനത്തിൽ ഉണ്ടാകുന്ന മാറ്റമൊന്നും തനിക്ക് മനസ്സിലായില്ല. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞല്ലോ, ഇവരിത് ഉപയോഗിച്ച് ഒരു ലെവൽ കഴിയുമ്പോൾ ഇവർക്കൊരു രൂപമാറ്റം ഉണ്ടാവും, ഭാവമാറ്റമുണ്ട്, രൂപമാറ്റവും ഉണ്ടാവും. ഇവർ ഡ്രസ് കോഡിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇവർക്ക് സംഭവിക്കും. സാധാരണ ധരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊന്നും ആയിരിക്കില്ല ഇവർ പിന്നെ ധരിക്കുന്നത്. ഇവരുടെ പെരുമാറ്റ രീതിയിലൊക്കെ വലിയ മാറ്റമുണ്ടാകും. അത് വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലെ ഒരാളുടെ തെറ്റല്ലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ പൊതുപ്രവർത്തനവുമായി രാവിലെ ഇറങ്ങിപ്പോകുന്ന ആൾ രാത്രിയിലായിരിക്കും കയറി വരുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം, ഈ ശിവജിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ, അറൗണ്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. എനിക്കതാണ് ഓർമ്മ വരുന്നത്. അത് പിന്നെ വലിയ രീതിയിൽ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പങ്കെടുത്ത ഒരു വിവാഹ ചടങ്ങാണ് ഈ ശിവജിയുടെ വിവാഹ ചടങ്ങ്. ഈ ശിവജി വിവാഹം കഴിച്ചിരിക്കുന്നത് LLM ഉള്ള ഒരു പെൺകുട്ടിയാണ്. 1 വർഷം മുമ്പ് വിവാഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്കാർക്കും ഈ പറയുന്ന ശിവജിക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റം മനസ്സിലായിട്ടില്ല. ഇപ്പോൾ അയാളെ കുറ്റത്തെ അഡ്മിറ്റ് ചെയ്ത നിലയ്ക്ക് അയാൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വയം ഒന്നുകിൽ ഇതിൽ നിന്ന് വിമുക്തി നേടുക, അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് ചെയ്തത്. ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വലിയ നെറ്റ്വർക്കുണ്ട്. NDAയുടെ ഭാഗമാണ് അവർ. NDAയുടെ ഭാഗമായി നിൽക്കുന്ന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പം NDAയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊരു വലിയ ഒരു രാഷ്ട്രീയ സംഘത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, രാഷ്ട്രീയ സംഘം, അതായത് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഒരു സംഘം, ഒട്ടനവധി പാർട്ടികളുണ്ടല്ലോ, ചെറുതും വലുതുമായ ഒട്ടനവധി പാർട്ടികൾ ഈ NDA എന്ന് പറഞ്ഞ സംവിധാനത്തിലുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വലിയ നെറ്റ്വർക്കിനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇത് എവിടെ നിന്ന്, സ്വന്തം മകനോട് ചോദിച്ചാൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം പറയുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്, എൻ്റെ ഒപ്പം കൂടിയവരാണ് എന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് പെടുത്തി കളഞ്ഞത്, ഈ ലഹരിയിൽ പെടുത്തിയത്, അതായത് കേസിൽ പെടുത്തിയെന്നല്ല. വിഷ്ണുപുരം ചന്ദ്രശേഖരനും പറയുന്നുണ്ട്, മകനും തെറ്റാണ്, മകൻ്റെ കൂട്ടുകാരും തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ മകനെ ഒരിക്കലും ന്യായീകരിക്കില്ല, മകനെ അറസ്റ്റ് ചെയ്ത പോലീസിനെ ഞാൻ അഭിനന്ദിക്കുകയാണെന്നാണ് പറഞ്ഞത്. സാധാരണ ഒരു മാതാപിതാക്കൾ അത് ചെയ്യില്ല. പോലീസ് കുടുക്കിയതാണ്, പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം, പ്രത്യേകിച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുകയും ചെയ്യും. കാരണം പിന്നെ NDAയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഭരണകക്ഷി മറ്റൊരു വിഭാഗമായതുകൊണ്ടും പോലീസിനെ ആ ഭരണകക്ഷി ഉപയോഗിച്ചത് ചെയ്യിച്ചതാണ് എന്ന് വേണമെങ്കിൽ ഒരു പിതാവിന് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം ആ കാര്യത്തിൽ മാന്യത കാണിച്ചു. അദ്ദേഹം പറഞ്ഞത്, പോലീസിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു കുട്ടികളും, എൻ്റെ മകൻ മാത്രമല്ല ഒട്ടനവധി വീടുകളിൽ ഞാൻ എൻ്റെ മകനെ തിരിച്ചറിയാൻ ഒരുപാട് വൈകി, ഇവിടെ കേരള പോലീസ് വേണ്ടി വന്നു ഞാൻ എൻ്റെ മകനെ തിരിച്ചറിയാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഒരു ഇൻ്റർവ്യൂവിൽ. അതുകൂടാതെ അദ്ദേഹം പറയുന്നത്, എൻ്റെ മകനെ പോലെ ഒരുപാട് മക്കൾ പല വീടുകളിലുമുണ്ട്, അവരെ നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൻ്റെ വേരോട് അറക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് മക്കൾ ഇങ്ങനെ പല വീടുകളിലുമുണ്ട്. പല വീടുകളിലും പിന്നെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരുപാട് മക്കൾ വീടുകളിലുണ്ട്. ഈ മാതാപിതാക്കൾ അവരുടെ അഭിമാനത്തെ ആലോചിച്ച് ഇതിനെക്കുറിച്ച് പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇദ്ദേഹം അവർക്കൊരു മാതൃകയാണ്. ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന 10 പേര് അറിയുന്ന ഒരാൾ സ്വന്തം മകൻ ലഹരിക്ക് അടിമയായിരുന്നു, ഞാനത് അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്നൊരു പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ഒരു മാതൃകയാവുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ മാതാപിതാക്കൾക്കൊരു പ്രചോദനമാണ്. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തിറങ്ങി ഒന്നുകിൽ ഈ പറയുന്ന പോലെ അവരെ ഇതിൽ നിന്ന് തിരിക്കാനുള്ള ഏത് നടപടി സ്വീകരിക്കാൻ പറ്റും, എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റുമോ ആ നടപടി സ്വീകരിക്കുക. ഒരു കുഞ്ഞെങ്കിൽ ഒരു കുഞ്ഞ് നന്നായി പോകട്ടെ, ഒരു യുവാവെങ്കിൽ ഒരു യുവാവ്, അല്ലെങ്കിൽ ഒരു യുവതി. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടതിൽ ഒരു യുവതിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. എല്ലാ MDMA കേസിലും ഒരു പെൺകുട്ടിയുണ്ട്. മറ്റേ ഇതിനില്ലാത്ത പോലെ, ചുക്കില്ലാത്ത കഷായം പോലെ എന്ന് പറയുന്നത് പോലെ, കഷായമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ, ഈ സാധനം ഇതുപോലെ ഈ പെൺകുട്ടികളില്ലാത്തൊരു MDMA കേസ് വളരെ വിരളമാണ്. അത് പേരിനെങ്കിലും ഒരാളുണ്ടായിരിക്കും, പേരിനെങ്കിലും ഒരാളെങ്കിലും അത് ആ
വൃത്തത്തിൽ ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ പിന്നെ വേർതിരിവില്ലാതെ ഇവർ ഇതിലേക്ക് വന്ന് പെട്ടിരിക്കുകയാണ്. ഇത് ശരിക്കും കേരളം ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് പറയുന്നുണ്ട്, കേരളം ഒരു ചെകുത്താൻ്റെ പിടിയിലാണ്. അതെ, തീർച്ചയായും സംശയം. ഇതൊരു കുഞ്ഞ് പ്രദേശമാണ്, വളരെ ചെറിയൊരു പ്രദേശമാണ് ഈ കേരളം എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പ്രദേശം. ആ കുഞ്ഞു പ്രദേശത്ത് നമ്മളുടെ ഏരിയയിൽ ഇത് ഇത്രയും വ്യാപിക്കണമെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തണ്ടേ? ഇതിപ്പോൾ സ്വർണം കൊണ്ടുവരുന്നു, സ്വർണം ആര് കൊടുത്തു വിട്ടു അറിയില്ല, സ്വർണം ആർക്ക് വേണ്ടി കൊണ്ടുവന്നു അറിയില്ല. പിടിക്കുന്ന ആരെയാ? കുറേ കാരിയർമാർ, പിന്നെ കുറേ എയർ ഹോസ്റ്റസുമാർ, അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിലെ ജീവനക്കാർ, ഇത്രയും പേരെ പിടിക്കും. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഇത് ആർക്ക് വന്നു അറിയണ്ടേ? ആർക്കും വേണ്ടി ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ അറബിക്കടലിൽ കളയാൻ വേണ്ടി കൊണ്ടുവരത്തില്ലല്ലോ. ഈ സ്വർണം കൊണ്ടുവന്ന് ഇവിടെ ഒരു കാരിയർമാർ കഷ്ടപ്പെട്ട് ഇത് ശരീരത്തിൻ്റെ ചില രഹസ്യ ഭാഗങ്ങൾ അടക്കം കുത്തി നിറച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് അറബിക്കടലിലോ കൊച്ചി കായലിലോ ഒന്നും കൊണ്ട് കളയാനല്ലോ. ഇത് ആർക്കും ഒരാൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, അത് കണ്ടുപിടിക്കുന്നില്ലല്ലോ. അതുപോലെയാണ് ഇതിൻ്റെയും കാര്യം. ഇത് പിടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഉപയോഗിക്കുന്നവർ, കാരിയർമാർ, അവരെ മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇത് എവിടെ നിന്ന് വന്നു എന്നൊരു സാധനം വേണ്ടേ? ഇതാ എവിടെ നിന്ന് വന്നു? ഇതിനൊരു ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ആർക്കോ ഒരാൾക്കായിരിക്കില്ല, പല സംഘങ്ങളായി ഇതൊരു ഹോൾസെയിലായിട്ട് വീതിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഘം ഇവിടെ പല സംഘങ്ങളായി ഉണ്ട്. ആ സംഘങ്ങളെയാണ് ആദ്യം പിടിക്കേണ്ടത്. ആ സംഘങ്ങളെ പിടിച്ചാൽ അവർക്ക് വേണ്ടി ഇത് ആരെ അയച്ചു കൊടുക്കുന്നു, ആരിവിടെ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പല രാജ്യങ്ങളുടെയും പേര് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ തന്നെ ലാബ് തയ്യാറാക്കി ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. പല രാജ്യങ്ങളുടെ പേരാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു വലിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊലപാതകം നടക്കുന്ന കേസുകളിൽ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാൻ സർക്കാരിന് തയ്യാറല്ല. അതായത് കേരളം ഒരു കുഴപ്പം പിടിച്ച സംസ്ഥാനമാണ് എന്ന രീതിയിൽ ചർച്ച വരാൻ പാടില്ല. അതുകൊണ്ട് രാസലഹരി ഉപയോഗിച്ചാൽ പോലും, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ച് ഒരു കൊലപാതകം നടത്തിയാലും ഇവിടുത്തെ റിപ്പോർട്ട് പ്രകാരം ഇവിടെ പോലീസിനെ കൊണ്ട് അത് എഴുതിക്കില്ല. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. സർക്കാരിൻ്റെ അഭിമാനമാണ് പ്രശ്നം. അതാണ് കെവിൻ കേസിൽ സംഭവിച്ചത്. കെവിൻ കേസിൽ ആ SIക്കെതിരെ കടുത്ത നടപടി സർക്കാർ എടുക്കാനുള്ള കാരണം സർക്കാരിന്റെ പേരുദോഷം കേൾപ്പിച്ചെന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ SIക്കെതിരെ നടപടി എടുക്കാനുള്ള കാര്യം ദുരഭിമാന കൊല മറ്റ് സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അത് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം SI ഒരുക്കിയെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ഇന്റലിജൻസ് എഴുതിയ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതെന്ത് റിപ്പോർട്ടാ? അയാൾ ചെയ്ത പ്രവർത്തിക്കാണ് നിങ്ങൾ അവരെ പുറത്താക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ അഭിമാനം നോക്കിയിട്ടല്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും? വലിയൊരു ഊർജ്ജമായി മാറും ഇത്തരം കേസുകളിൽ. കുറച്ചുകൂടി എന്താ പറയുക, ഇതിനു വേണ്ടി ഒരു സംവിധാനത്തെ ഇറക്കണം. ഇപ്പോൾ സ്കൂളുകൾ ലഹരി വിമുക്തിക്ക് വേണ്ടി ഇറക്കിയ ഫണ്ടിൻ്റെ 50% ഇവിടുത്തെ ധനവകുപ്പ് വെട്ടി. 50% വെട്ടി. ഇപ്പോൾ ആ തുകയുടെ പകുതിയാക്കി മാറ്റി. അപ്പോൾ ഇനി ഇവിടെ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് മയക്കുമരുന്നിനുള്ള അവബോധം ഇനി എങ്ങനെ നൽകും? ഇങ്ങനെയൊക്കെ പോട്ടെന്ന് വിചാരിക്കും. ഇവർ നശിപ്പിക്കാനുള്ള ഉദ്ദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയെങ്കിൽ അദ്ദേഹത്തിന് നന്ദി. വിഷ്ണുപുരം ചന്ദ്രശേഖരന്.